സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം 17-ാം വാക്യം. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. നമുക്കും പല നിലകളിലുള്ള സ്നേഹിതന്മാരുണ്ട്. സ്കൂളിൽ പഠിച്ചവർ, കോളേജിൽ പഠിച്ചവർ, വേദ അധ്യയനം നടത്തിയപ്പോഴുള്ള സുഹൃത്തുക്കൾ, അയൽവകക്കാർ, സഭയിലുള്ള സുഹൃത്തുക്കൾ, നാട്ടിലുള്ള സുഹൃത്തുക്കൾ, അങ്ങനെ ധാരാളം സുഹൃത്ത് വലയങ്ങളുള്ളവരാണ്. എന്നാൽ സ്നേഹിതനെ സംബന്ധിച്ചോളം, സുഹൃത്തിനെ സംബന്ധിച്ചോളം എല്ലാ കാലത്തും സ്നേഹിക്കുകയാണ്. അവൻ സ്നേഹിക്കുന്നവനാണ്. 2, അവൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നവനാണ്. 3, അനർത്ഥകാലം വരുമ്പോൾ ആ സ്നേഹിതൻ സഹോദരനായി മാറുകയാണ്. 4, അവന് മാത്രമേ നമ്മെ വ്യക്തിപരമായി സഹായിക്കാൻ കഴിയുള്ളൂ. കാരണം അവനാണ് നമ്മുടെ ഏറ്റവും വലിയ സഹോദരൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ സ്നേഹിതർ പലരും മാറി നിൽക്കും. അവർ നമ്മെ കണ്ടില്ല എന്ന് വരും, അവർ നമ്മെ വിളിച്ചില്ല എന്ന് വരും, അവർ നമ്മെ പരിഗണിച്ചില്ല എന്ന് വരും. എന്നാൽ എല്ലാ കാലത്തും നമ്മുടെ സ്നേഹിതനായി ഒരാൾ മാത്രമേ ഉള്ളൂ. 46-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് പോലെ, ദൈവം ഏറ്റവും അടുത്ത സങ്കേതവും തുണയുമാണ്. ഏറ്റവും അടുത്ത തുണയാണ്. എല്ലാവരും മാറിയാലും മാറാത്ത ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം.